ഇംഗ്ലീഷ് മാസ്റ്റർ 2024 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഗുഡ് മോർണിംഗിൻ്റെ വിഷസാണ്. അതൊക്കെ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം. ഇന്ന് ഗുഡ് മോർണിംഗിൻ്റെ വിഷസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻസ്പിറേഷണൽ, നമ്മൾ ഒരാളെ എങ്ങനെയാണ് ഇൻസ്പിറേഷൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ടുഡേ ഈസ് എ ന്യൂ ഡേ, ഇന്നൊരു പുതിയ ദിവസമാണ്. ഫുൾ ഓഫ് ന്യൂ ഓപ്പർച്യൂണിറ്റി, ഇന്ന് പുതിയൊരു അവസരങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു ദിവസമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് രാവിലെ വിഷ് ചെയ്യും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വെച്ചാൽ സുപ്രഭാതം. റൈസ് ആൻഡ് ഷൈൻ. റൈസ് ആൻഡ് ഷൈൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രാവിലെ ഉദിച്ചു വരുന്ന തിളക്കത്തോടെ അതാണ് പറയുന്നത്. മേക്ക് ടുഡേ അമേസിങ്, ഇന്ന് നല്ലൊരു ദിവസമാക്കണം. ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ, നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക, അത് നടപ്പിലാക്കുക. പിന്നെ അപ്ലിഫ്റ്റിംഗ് എന്ന് വെച്ചാൽ വിഷിങ് യു എ ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഡേ, ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരു ബ്രൈറ്റ്, അതായത് നല്ലൊരു ഓക്കെ, അപ്പോൾ നല്ലൊരു തിളക്കവും നല്ലൊരു ദിവസവും നമ്മൾ നേരുന്നു എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ. ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. മേ യുവർ ഡേ ബി ഫിൽഡ് വിത്ത് ജോയ് ആൻഡ് ലവ്, ഇന്നത്തെ നിങ്ങളുടെ ദിവസം സ്നേഹവും സന്തോഷവും നിറഞ്ഞതാകട്ടെ. സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് എ സ്മൈൽ ആൻഡ് മേക്ക് ഇറ്റ് അൺഫോർഗെറ്റബിൾ എന്ന് വെച്ചാൽ നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊന്ന് സ്മൈൽ, അതായത് ഒരു പുഞ്ചിരിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ദിവസം മറക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ രാവിലെ ഒരാൾ നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളാരെങ്കിലും ഇപ്പോൾ പരിചയമുള്ളവരോ ഇപ്പോൾ നമ്മൾ ഒരു പുഞ്ചിരിച്ചിൻ്റെ മുഖത്തോടെ അത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ മതി, അപ്പോൾ ആ ദിവസം തന്നെ നന്നായിരിക്കും. അതാണ് അവർ പറയുന്നത്. ഓക്കെ, അതാണ് മോട്ടിവേഷണൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരു മോട്ടിവേഷൻ വേണം. എന്തുവാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. ടേക്ക് ഓൺ ദ ഡേ വിത്ത് കോൺഫിഡൻറ്റ് ആൻഡ് എന്തൂസിയാസം, ഇന്നത്തെ ദിവസം നമ്മളെ തന്നെ ആത്മവിശ്വാസവും കുറച്ച് എന്തൂസിയാസം, അതായത് നല്ലൊരു സന്തോഷവും ഇതാവണം. മേക്ക് ടുഡേ കൗണ്ട്, ഇന്നത്തെ ദിവസം നമ്മൾ എണ്ണുക. ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. റൈസ് ആൻഡ് കോൺക്യൂർ, ഗുഡ് മോർണിംഗ് എന്ന് വെച്ചാൽ റൈസ് എന്ന് വെച്ചാൽ ഉദിക്കുക, നല്ലപോലെ തിളക്കത്തോടെ ഉദിച്ച് നിൽക്കുക. സുപ്രഭാതം. ഇപ്പം നമ്മൾ രാവിലെ ഒരാളെ കാണുമ്പോഴത്തേക്കും നമ്മളൊരു വിഷ് ചെയ്യാറുണ്ട്, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണ്, ഒരു സമാധാനം. അപ്പോൾ നമ്മൾ ദിവസം തുടങ്ങുന്ന തന്നെ ഒരു ഗുഡ് മോർണിംഗ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അതാണ് ഗുഡ് മോർണിംഗ് വെച്ചിട്ട് പറയുന്നത്. പിന്നെ ഹാർട്ട് ഫെൽ, വിഷിങ് യു എ വണ്ടർഫുൾ മോർണിംഗ് ആൻഡ് അമേസിങ് ഡേ ഹെഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരാളോട് നമ്മൾ വിഷ് ചെയ്യുമ്പോൾ പറയും, നിങ്ങൾക്ക് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ദിവസം നേരുന്നു. അമേസിങ് ഡേ, ഗുഡ് മോർണിംഗ്. പിന്നെ ഗുഡ് മോർണിംഗ് ബ്യൂട്ടിഫുൾ സോൾ, മേ യുവർ ഡേ ബി ലവ്ലി എന്ന് വെച്ചാൽ സുപ്രഭാതം, ഇന്നൊരു നല്ലൊരു ദിവസമാണ്. ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ മനോഹരമായിട്ടുള്ളൊരു ദിവസമാണ്. സോ അപ്പോൾ നല്ല രീതിയിൽ ലവ്ലി ആയിട്ടിരിക്കട്ടെ, ഒരു കുറച്ച് പ്രണയമായിട്ടിരിക്കട്ടെ. സെൻഡിങ് യു ലവ്, നിങ്ങൾക്കൊരു പ്രണയ സമ്മാനം നേരുന്നു. പോസിറ്റിവിറ്റി ആൻഡ് എ ഗ്രേറ്റ് മോർണിംഗ്, നമുക്കൊരു പോസിറ്റിവിറ്റി തോന്നണം. രാവിലെ നമുക്ക് എപ്പോഴും നെഗറ്റീവായിട്ട് നമുക്ക് ഒരാളെ നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. നെഗറ്റീവിനെക്കാട്ടിലും നമ്മൾ കൂടുതലായിട്ട് ചെയ്യേണ്ടത് പോസിറ്റിവിറ്റിയാണ്. നമ്മളൊരാളോട് പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും അതുപോലെ ഒരു ഫീൽ വരും പോസിറ്റീവായിട്ട്. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമ്മുടെ ഡേ ഒന്ന് നന്നായിട്ട് ഇരിക്കും നമ്മൾ രാവിലെ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഇനി ഫണ്ണി എന്ന് വെച്ചാൽ തമാശ രീതിയിലൊക്കെ പറയും. ഗുഡ് മോർണിംഗ്, കോഫി ടൈം എന്നൊക്കെ നമ്മൾ രാവിലെ എണീറ്റ് ഗുഡ് മോർണിംഗ്, സുപ്രഭാതം, ഇപ്പോൾ കോഫിയുടെ സമയമാണ് എന്നൊക്കെ പറയുന്ന പോലെ. റൈസ് ആൻഡ് ഷൈൻ, അതായത് ഉദിച്ച് തിളങ്ങുക. പിന്നെ കോർ ഹിറ്റ് സ്നൂ വി വോണ്ട് ജഡ്ജ്, ഞങ്ങളാ ജഡ്ജ് ചെയ്യത്തില്ല. കോറല്ല, ഹോർ ഹിറ്റ് സ്നൂസ് വി വോണ്ട് ജഡ്ജ്, നമ്മളാരും ജഡ്ജ് ചെയ്യത്തില്ല. കോർ ഹിറ്റായിട്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്യത്തില്ല, സ്നൂ അതുപോലെയൊക്കെ പറയുന്നത്. റൈസായിട്ട് നമ്മളെപ്പോഴും ഉദിച്ച് നിൽക്കുന്നവർ പറയുന്നത്, നമ്മൾ രാവിലെ നല്ല ഉദിച്ച് മുഖത്ത് നല്ല ഐശ്വര്യമുണ്ട്, ഇന്നെന്താ പ്രത്യേകത ഉണ്ടോ എന്നൊക്കെ ഓർത്ത് ചോദിക്കത്തില്ല. അതുപോലെ നമ്മൾ ഉദിച്ച് നിൽക്കുക, അതാണ് ഇത് പറയുന്നത്. അപ്പോൾ അതാണ് മോർണിംഗ്. മേ യുവർ ഡേ ബി ബെറ്റർ ദാൻ യുവർ ബെഡ് ഹെഡ് എന്ന് വെച്ചാൽ തലേ ദിവസത്തെക്കാട്ടിലും രാവിലത്തെ
നല്ലൊരു ദിവസം ആകട്ടെ. നമ്മളിപ്പോൾ ഒരാളോട് വിഷ് ചെയ്യുമ്പം ഗുഡ് മോർണിംഗ് ഓരോരുത്തർ ഗ്രീറ്റിങ്സ് ഒക്കെ അയക്കും. ഇന്ന് നല്ലൊരു ദിവസം ആകട്ടെ, ഹാവ് എ ഗ്രേറ്റ് ഡേ എന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അയക്കത്തില്ലേ ഗുഡ് മോർണിംഗിൽ. അപ്പോൾ അതുപോലെ നമ്മളെ ഇന്നത്തെ ദിവസം ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഓഫീസിലായിക്കോട്ടെ, സ്കൂളിലായിക്കോട്ടെ, എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഒരാളോട് നോക്കി ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ ഇതാവും. സോ നമ്മളതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ രണ്ടാമത്തെ ചാനലായ കോമേഴ്സ് മാസ്റ്റർ 2024 എന്ന ചാനലുകളൊന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, സോ അതിലെടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് വന്നിട്ട് ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസി, സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസി ടിപ്സാണ്. ആർക്കെങ്കിലും അക്കൗണ്ടൻസി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കണ്ടു നോക്കുക. സോ അപ്പോൾ അതിൽ ഞാൻ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ടൻസി അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.